ഒരാഴ്ചക്കാലം വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താ വിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട്. ഏവർക്കും സ്വാഗതം. വത്തിക്കാനിൽ കർദിനാൾമാരുടെ കൺസിസ്റ്ററി ജൂൺ 26 ആരംഭിക്കും. ലോകം നേരിടുന്ന വിവിധ വെല്ലുവിളികളും കത്തോലിക്ക സഭയുടെ സമകാലിക ദൗത്യങ്ങളും ആഴത്തിൽ വിലയിരുത്തുന്നതിനായി വത്തിക്കാനിൽ കർദിനാൾമാരുടെ അസാധാരണ കൺസിസ്റ്ററി ജൂൺ 26, 27 തീയതികളിൽ ചേരും. വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാളിനോടനുബന്ധിച്ച് വിളിച്ചു ചേർത്തിരിക്കുന്ന ഈ യോഗം ലിയോ 14 മാർപ്പാപ്പയുടെ ശുശ്രൂഷ കാലയളവിലെ രണ്ടാമത്തെ കൺസിസ്റ്ററിയാണ്. സഭയിലെ സിനഡൽ ശൈലിയിലായിരിക്കും 2 ദിവസത്തെ ചർച്ചകൾ പുരോഗമിക്കുക. ഇതിനായി പങ്കാളികളായ കർദിനാൾമാരെ 20 ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ട്. യോഗത്തിലെ ചർച്ചകളിൽ പൂർണ്ണമായ രഹസ്യാത്മകത പാലിക്കണമെന്ന് മാർപ്പാപ്പ പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഈ യോഗത്തിൽ കർദിനാൾമാർക്ക് പരസ്പരം സഹോദരത്തോടെയും തുറന്ന മനസ്സോടെയും സംവാദങ്ങൾ നടത്തുന്നതിനാണ് ഇത്തരമൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ ലോകത്തെ പിടിച്ചലയ്ക്കുന്ന വിവിധ യുദ്ധങ്ങളും സംഘർഷങ്ങളും ജനങ്ങളെയും സഭയെയും എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് ഈ കൺസിസ്റ്ററി പ്രധാനമായും പരിശോധിക്കുന്നത്. ആഗോള സമാധാന നിർമ്മിതിക്കായി സഭ സ്വീകരിക്കേണ്ട നിലപാടുകളും ഭാഷയും എന്തായിരിക്കണമെന്നും കർദിനാൾമാർ ചർച്ച ചെയ്യും. ലിയോ 14 മാർപ്പാപ്പയുടെ പുതിയ ചാക്രിക ലേഖനമായ മാഗ്നിഫിക്ക ഹ്യൂമാനിത്താസ്, സമാധാന സ്ഥാപനം, യുദ്ധത്തിന്റെ ന്യായീകരണങ്ങളെ പൂർണ്ണമായും തള്ളിപ്പറയൽ, സിനഡ് തീരുമാനങ്ങളുടെ നടപ്പാക്കൽ എന്നിവയാണ് യോഗത്തിന്റെ പ്രധാന അജണ്ടകൾ. 2 ദിവസങ്ങളിലായി 4 പ്രധാന സെക്ഷനുകളായാണ് യോഗം ക്രമീകരിച്ചിരിക്കുന്നത്. സുവിശേഷ പ്രഘോഷണം ഇന്നത്തെ ലോകത്തിൽ എന്ന വിഷയത്തിന് ഊന്നൽ നൽകും. അധികാരത്തിന്റെ സംസ്കാരവും സ്നേഹത്തിന്റെ നാഗരികതയും എന്ന പ്രമേയത്തിലാണ് ചർച്ച. വിശ്വാസ കാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്റ്ററി പ്രിഫെക്ട് കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് ഇതിന് നേതൃത്വം നൽകും. മാഗ്നിഫിക്ക ഹ്യൂമാനിത്താസ് എന്ന ചാക്രിക ലേഖനത്തെ ആസ്പദമാക്കിയായിരിക്കും ഈ സെഷൻ. നന്മയിൽ കെട്ടിപ്പടുക്കാം നമ്മുടെ കാലഘട്ടത്തിലെ നിർമ്മാണശാലികൾ എന്ന വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള കർദിനാൾ സ്റ്റീഫൻ ബ്ലിസൻ സംസാരിക്കും. പൊതുനന്മയ്ക്കായി സഭയ്ക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇതിൽ ചർച്ചയാകും. സിനഡ് സെക്രട്ടറി കർദിനാൾ മാരിയോ ഗ്രീക്കിന്റെ നേതൃത്വത്തിൽ സിനഡ് നടപ്പാക്കൽ എന്ന വിഷയത്തിൽ ചർച്ച നടക്കും. 2027-2028 കാലഘട്ടത്തിലെ സിനഡ് അസംബ്ലിക്കായുള്ള തയ്യാറെടുപ്പുകൾ ഇതിൽ വിലയിരുത്തും. ജൂൺ 26 വെള്ളിയാഴ്ച രാവിലെ മാർപ്പാപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയോടെയാണ് കൺസിസ്റ്ററിക്ക് തുടക്കമാകുന്നത്. ജൂൺ 27 ശനിയാഴ്ച വൈകുന്നേരം മാർപ്പാപ്പയോടൊപ്പമുള്ള ഔദ്യോഗിക അത്താഴ വിരുന്നോടെ യോഗം സമാപിക്കും. കഴിഞ്ഞ ജനുവരിയിൽ നടന്ന ആദ്യ കൺസിസ്റ്ററിയിൽ 170 കർദിനാൾമാർ പങ്കെടുത്തിരുന്നു. സഭയുടെ ഭരണത്തിലും സുപ്രധാന തീരുമാനങ്ങളിലും കർദിനാൾമാരുടെ സജീവമായ പങ്കാളിത്തവും ആലോചനകളും ഉറപ്പാക്കുക എന്നതാണ് ഇത്തരം അസാധാരണ യോഗങ്ങളിലൂടെ ലിയോ 14 മാർപ്പാപ്പ ലക്ഷ്യമിടുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ആഗോള ഉത്തരവാദിത്തമാണെന്ന് ലിയോ 14 പാപ്പ. ലോകത്ത് പട്ടിണിയും ദാരിദ്ര്യവും നിർമ്മാർജ്ജനം ചെയ്യുക എന്നത് കേവലം ഒരു കാരുണ്യ പ്രവർത്തനമല്ല, മറിച്ച് ആഗോള സമൂഹത്തിന്റെ സുരക്ഷയ്ക്കും സമാധാനത്തിനും അത്യന്താപേക്ഷിതമായ ഉത്തരവാദിത്തമാണെന്ന് ലിയോ 14 പാപ്പ. റോമിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ ലോക ഭക്ഷ്യ പദ്ധതിയുടെ വാർഷിക എക്സിക്യൂട്ടീവ് ബോർഡ് യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. The distinguished guests at this meeting and the staff of this intergovernmental institution dedicated to saving lives in emergency situations and providing food assistance amid conflicts and natural disasters. Your institution's commitment resonates profoundly with the Catholic Church's mission to uphold human dignity and to foster fraternity rooted in the Gospel's call to love our neighbor. Together, we share the urgent task of confronting hunger and malnutrition, while also tackling the underlying structural causes that sustain them. To meet this task effectively, we must examine the challenges before us, their underlying causes, and the paths toward lasting solutions. Today, crises have evolved from isolated events into persistent realities marked by prolonged conflicts, chronic food insecurity, economic volatility, and growing climate vulnerabilities. This raises a fundamental question. What configuration of the global order is capable of producing, reproducing, and at times normalizing such conditions?
The issue is no longer limited to how to intervene. Rather, it extends to understanding why the system constantly produces the very problems it's then forced to correct. The international order has become increasingly fragmented, arising in part from the crisis of the multilateral system. As I noted recently in the encyclical letter Magnificat Humanitas, I quote, "The institutions established to safeguard the concept of a common future for all peoples and a global common good appear to have been weakened." End of quote. In the absence of a shared ethical horizon capable of sustaining genuine cooperation, the international system has shifted from multilateralism toward a disorderly and conflict-ridden multipolarism with a prevailing sense of mistrust. Consequently, states have increasingly allocated their resources toward national security, economic growth, and domestic stability, disregarding the close link between these issues and multilateral cooperation. വിവിധ ആഗോള സംഘർഷങ്ങൾക്കിടയിലും പ്രകൃതി ദുരന്തങ്ങൾക്കിടയിലും മനുഷ്യജീവനുകൾക്ക് സംരക്ഷണമൊരുക്കാൻ ലോക ഭക്ഷ്യപദ്ധതി നടത്തുന്ന സുപ്രധാന പ്രവർത്തനങ്ങളെ മാർപ്പാപ്പ പ്രശംസിച്ചു. മനുഷ്യന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുവാനും അയൽക്കാരനെ സ്നേഹിക്കാനുമുള്ള സുവിശേഷ സന്ദേശം സഭയുടെയും ലോക ഭക്ഷ്യപദ്ധതിയുടെയും ദൗത്യങ്ങളിൽ ഒരേപോലെ പ്രതിഫലിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പട്ടിണിയും പോഷകാഹാരക്കുറവും നേരിടുന്നതിനൊപ്പം അവയുടെ അടിസ്ഥാന കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കാൻ ലോകരാജ്യങ്ങൾ ഒന്നിച്ചണിനിരക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ആധുനിക ലോകത്ത് അന്താരാഷ്ട്ര സഹകരണം നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധികളെക്കുറിച്ച് മാർപ്പാപ്പ ആശങ്ക രേഖപ്പെടുത്തി. രാജ്യങ്ങൾ തമ്മിലുള്ള അവിശ്വാസം വർദ്ധിക്കുന്നതും സൈനിക ചിലവുകൾക്കായി വലിയ തോതിൽ വിഭവങ്ങൾ വകമാറ്റുന്നതും പട്ടിണി വിരുദ്ധ പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്നു. ലോകത്ത് സാധാരണക്കാർക്ക് ആവശ്യമായ ഭക്ഷണത്തെക്കാൾ വേഗത്തിൽ ആയുധങ്ങൾ അതിർത്തി കടത്തുന്നു എന്നത് വേദനാജനകമായ ഒരു വൈരുദ്ധ്യമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. രാഷ്ട്രീയവും സാമ്പത്തികവുമായ താൽപ്പര്യങ്ങൾക്കുപരിയായി മാനുഷിക മൂല്യങ്ങൾക്ക് മുൻഗണന നൽകാൻ ആഗോള സമൂഹം തയ്യാറാകണമെന്നും മനുഷ്യരെ സഹായിക്കാനുള്ള ഐക്യദാർഢ്യം കേവലം ഔദ്യോഗിക ചുവടുവയ്പ്പുകളിൽ കുടുങ്ങിക്കിടക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഭക്ഷണം, വെള്ളം, ആരോഗ്യം എന്നിവ വിപണിയിലെ കച്ചവട ചരക്കുകളല്ല, മറിച്ച് ഓരോ മനുഷ്യന്റെയും അടിസ്ഥാന മൗലികാവകാശമാണെന്ന് പാപ്പ ഊന്നി പറഞ്ഞു. സർക്കാരുകൾക്കും അന്താരാഷ്ട്ര ഏജൻസികൾക്കും നേരിട്ട് കടന്നു ചെല്ലാൻ ബുദ്ധിമുട്ടുള്ള മേഖലകളിൽ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള ഇടവകകളും കാരിത്താസ് പോലെയുള്ള സന്നദ്ധ സംഘടനകളും നടത്തുന്ന സേവനങ്ങളെ അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇത്തരം പ്രാദേശിക പങ്കാളികളുമായി അന്താരാഷ്ട്ര ഏജൻസികൾ സഹകരിക്കുന്നത് സഹായങ്ങൾ യഥാർത്ഥ അർഹതയിലേക്ക് നേരിട്ടെത്തിക്കാൻ സഹായിക്കും. സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്നത് പോലെയുള്ള ദീർഘകാല പദ്ധതികളെ പാപ്പ പ്രത്യേകം പ്രശംസിച്ചു. അനാവശ്യമായ ഭരണപരമായ സങ്കീർണതകൾ ഒഴിവാക്കി ഭൂമിയിലെ ഒരു മനുഷ്യൻ പോലും വിസ്മരിക്കപ്പെടാത്ത വിധം സഹായങ്ങൾ എത്തിക്കാനുള്ള നിശ്ചയദാർഢ്യം ലോകരാജ്യങ്ങൾക്കുണ്ടാകണമെന്ന് പാപ്പ അഭ്യർത്ഥിച്ചു. സുവിശേഷ പ്രഘോഷണം ക്രിസ്തുവുമായുള്ള കൂടിക്കാഴ്ചയുടെ അനുഭവം പങ്കുവയ്ക്കലാണ് ലിയോ 14 പാപ്പ. സുവിശേഷ പ്രഘോഷണം എന്നത് കേവലം ഒരു പ്രബോധനമല്ല, മറിച്ച് ക്രിസ്തുവുമായി ഓരോരുത്തരും നടത്തുന്ന സവിശേഷവും വ്യക്തിപരവുമായ കൂടിക്കാഴ്ചയുടെ അനുഭവം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കലാണെന്ന് ലിയോ 14 പാപ്പ ഓർമ്മിപ്പിച്ചു. വത്തിക്കാൻ സ്ക്വയറിൽ ഒത്തുകൂടിയ വിശ്വാസികൾക്ക് ത്രികാല ജപ പ്രാർത്ഥനാ മധ്യേ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. Nel Vangelo della liturgia odierna, Gesù, inviando i discepoli in missione, tra l'altro rivolge loro questa esortazione: quello che io vi dico nelle tenebre, voi ditelo nella luce, e quello che ascoltate all'orecchio, voi annunciatelo dalle terrazze. Fa un accostamento tra ciò che ascoltiamo all'orecchio, cioè nel segreto del cuore, e ciò che siamo chiamati a proclamare a tutti, ricordandoci che l'annuncio del Vangelo è prima di tutto condivisione di un incontro personale con Lui, unico per ciascuno. La forza dell'apostolato, infatti, al di là di tecniche e strumenti, si fonda sull'opera dello Spirito Santo in noi e sull'autenticità della nostra risposta. San Tommaso d'Aquino parlava della predicazione come di un trasmettere agli altri ciò che abbiamo contemplato.
contemplata agli stradere. E non bisogna pensare che contemplare sia un'esperienza esclusiva, riservata ad alcuni santi o ai monaci, agli eremiti. Tutti possiamo farlo, sforzandoci di custodire tra gli impegni delle nostre giornate momenti di quiete in cui metterci in silenzio davanti a Dio per ascoltare la sua voce, affidargli le nostre gioie e le nostre preoccupazioni, rivedere con Lui la nostra vita. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ആസ്പദമാക്കിയാണ് മാർപ്പാപ്പ ചിന്തകൾ പങ്കുവച്ചത്. ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ട് ഹൃദയത്തിന്റെ രഹസ്യത്തിൽ ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങളാണ് പുറം ലോകത്തോട് പ്രഘോഷിക്കേണ്ടതെന്ന് പാപ്പ വ്യക്തമാക്കി. അപ്പസ്തോലിക ദൗത്യത്തിന്റെ യഥാർത്ഥ ശക്തി ആധുനിക സാങ്കേതിക വിദ്യകൾക്കോ ഉപകരണങ്ങൾക്കോ അപ്പുറം നമ്മിൽ പരിശുദ്ധാത്മാവ് നടത്തുന്ന പ്രവർത്തനത്തിലും നമ്മുടെ പ്രതികരണത്തിന്റെ ആത്മാർത്ഥതയിലുമാണ് അടങ്ങിയിരിക്കുന്നത്. നാം ധ്യാനിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതാണ് പ്രഘോഷണമെന്ന് വിശുദ്ധ തോമസ് അക്വിനാസിന്റെ വാക്കുകളും മാർപ്പാപ്പ അനുസ്മരിച്ചു. ധ്യാനം എന്നത് ചില വിശുദ്ധർക്കോ സന്യാസികൾക്കോ മാത്രമായി മാറ്റിവെക്കപ്പെട്ട ഒന്നല്ല. ദൈനംദിന തിരക്കുകൾക്കിടയിലും ദൈവത്തിന് മുന്നിൽ നിശബ്ദരായിരിക്കാനും അവിടുത്തെ സ്വരം കേൾക്കുവാനും നമ്മുടെ സന്തോഷങ്ങളും ആശങ്കകളും അവിടുത്തെ ഏൽപ്പിക്കുവാനും കുറച്ച് സമയം കണ്ടെത്താൻ ശ്രമിച്ചാൽ നമുക്കെല്ലാവർക്കും ഇത് സാധ്യമാകുമെന്നും ലിയോ 14 പാപ്പ പറഞ്ഞു. ശത്രുതയും പീഡനങ്ങളും നേരിട്ടിരുന്ന കഠിനമായ സാഹചര്യങ്ങളിലെ വിശ്വാസ സമൂഹത്തെ അഭിസംബോധന ചെയ്താണ് വിശുദ്ധ മത്തായി ഈ സുവിശേഷ ഭാഗം എഴുതിയതെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ക്രൈസ്തവർ സമാനമായ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. വെറുപ്പിന് സ്നേഹം കൊണ്ടും അഹന്തയ്ക്ക് ശാന്തത കൊണ്ടും നിരാശയ്ക്ക് സ്ഥിരോത്സാഹം കൊണ്ടും മറുപടി നൽകുക എന്നത് വെല്ലുവിളി നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസത്തിന്റെ വേരുകൾ കർത്താവുമായുള്ള തീക്ഷ്ണമായ ബന്ധത്തിൽ ഉറപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു. സ്വർഗീയ രാജ്യത്തേക്ക് നമ്മെ നയിക്കുന്ന യാത്രയുടെ അപ്പമാണ് വിശുദ്ധ കുർബാന. ലിയോ 14 മാർപ്പാപ്പ. വിശുദ്ധ കുർബാന എന്നത് സ്വർഗീയ രാജ്യത്തേക്ക് നമ്മെ നയിക്കുന്ന യാത്രയുടെ അപ്പമാണെന്നും അത് വരാനിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ കൂദാശയാണെന്നും ലിയോ 14 പാപ്പ പറഞ്ഞു. വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ സ്ക്വയറിൽ വെച്ച് നടന്ന പൊതുകൂടിക്കാഴ്ച വേളയിൽ വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Quando Sant'Agostino vuole spiegare ai nuovi battezzati il mistero del corpo di Cristo, riprende il passo di San Paolo che abbiamo ascoltato. Voi siete corpo di Cristo e ognuno secondo la propria parte sue membra. E aggiunge: è il vostro mistero che ricevete. A ciò che siete voi rispondete Amen. E la vostra risposta è come la vostra firma. Vi si dice il corpo di Cristo e voi rispondete Amen. Siate dunque membro del corpo di Cristo, perché il vostro Amen sia vero. Siate ciò che vedete e ricevete ciò che siete. Subito dopo aver rievocato l'ultima cena di Gesù, la Costituzione sulla liturgia parla dell'Eucaristia con questi accenti agostiniani. Per i cristiani, prendere parte alla mensa del Signore significa infatti essere formati dalla parola di Dio, ristorarsi alla mensa del corpo del Signore, rendere grazie a Dio e ricevendolo nella sua parola e nell'Eucaristia che diventiamo ciò che riceviamo. Diventiamo il corpo di cui il capo è il Cristo risorto, assiso alla destra del Padre, il quale ci prepara un posto nei cieli. L'Eucaristia è così il sacramento del regno che viene, è il pane del cammino che ci conduce verso la patria celeste, fino al giorno beato in cui Dio sarà tutto in tutti. വിശുദ്ധ കുർബാനയിൽ നാം ഏകാഗ്രതയോടെ പങ്കെടുക്കണമെന്ന് പാപ്പ പറഞ്ഞു. വിശുദ്ധ പൗലോസ് ലീഹായുടെ വചനങ്ങളെയും വിശുദ്ധ അഗസ്റ്റിന്റെ പഠനങ്ങളെയും ഉദ്ധരിച്ചുകൊണ്ട്
വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിലൂടെ വിശ്വാസികൾ തങ്ങളുടെ തന്നെ രഹസ്യാത്മകതയോടെയാണ് ആമേൻ എന്ന് പ്രതികരിക്കുന്നതെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. വചനത്തിലും കുർബാനയിലും അവനെ സ്വീകരിക്കുന്നതിലൂടെ നാം അവനെ പോലെ ആയിത്തീരുന്നു. അങ്ങനെ ദൈവം എല്ലാവർക്കും എല്ലാം ആകേണ്ടതിനുള്ള അനുഗ്രഹീത ദിവസം വരെ സ്വർഗീയ യാത്രയിൽ നമ്മെ നയിക്കുന്ന വഴിയായി വിശുദ്ധ കുർബാന മാറുന്നുവെന്ന് ലിയോ 14 പാപ്പ പറഞ്ഞു. വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നവർ തങ്ങളെ തന്നെ അർപ്പിക്കുവാനും ക്രിസ്തുവിലൂടെ ദൈവത്തോടും പരസ്പരവുമുള്ള ഐക്യത്തിൽ ജീവിക്കുവാനും പഠിപ്പിക്കുന്നു. തന്നെ തന്നെ നൽകിയ യേശുവിൻ്റെ ജീവിതശൈലി സ്വന്തമാക്കാൻ ഇത് നമ്മെ പ്രാപ്തരാക്കും. നമ്മുടെ ലോകത്തെയും സഹോദരങ്ങളെയും കുടുംബങ്ങളെയും ദുർബലപ്പെടുത്തുന്ന വിഭജനങ്ങൾക്കെതിരെയുള്ള ശക്തമായ മരുന്നാണ് വിശുദ്ധ കുർബാന നൽകുന്ന ഈ ഐക്യമെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു. തിരുവെഴുത്തുകളെക്കുറിച്ചുള്ള കേവല ഭൗതിക അറിവിനപ്പുറം ദൈവം നമ്മുടെ നേരിട്ട് സംസാരിക്കുന്ന ജീവനും ശക്തിയുമുള്ള വചനം സ്വീകരിക്കുകയാണ് പ്രധാനമെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. ബെനഡിക്ട് 16 പാപ്പയുടെ പഠനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന തിരുവെഴുത്തുകളുടെ ആഴത്തിലുള്ള അർത്ഥം ഗ്രഹിക്കാൻ സഹായിക്കുമ്പോൾ തിരുവെഴുത്തുകൾ വിശുദ്ധ കുർബാനയുടെ രഹസ്യത്തെ പ്രകാശിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നിരാശയെ പ്രത്യാശയാൽ അതിജീവിക്കാൻ പാവിയേൽ പാപ്പയുടെ ആഹ്വാനം. സഭയുടെ കേന്ദ്രം ക്രിസ്തുവായിരിക്കണം. സഭയുടെ എല്ലാ ദൗത്യങ്ങളും പ്രവർത്തനങ്ങളും ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കണമെന്നും ആധുനിക ലോകത്തിന്റെ വെല്ലുവിളികൾക്കിടയിൽ വിശ്വാസത്തിന് തനിമ ചോർന്നു പോകാതെ കാത്തു സൂക്ഷിക്കണമെന്നും ലിയോ 14 പാപ്പ ആഹ്വാനം ചെയ്തു. ഇറ്റലിയിലെ പാവിയേലേക്ക് നടത്തിയ ഇടയ സന്ദർശനത്തിന്റെ ഭാഗമായി ചരിത്രപ്രസിദ്ധമായ സാൻ പിയത്രോ സിയൽ ഓഡ്രിയോ ബസിലിക്കയിൽ നടന്ന വചന ശുശ്രൂഷയിൽ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. Così voi mi dimostrate l'amore della Chiesa laudense per il Papa, un amore che Madre Cabrini nutriva con singolare devozione e obbedienza. Infatti, quando fu il momento della scelta decisiva sulla rotta da dare alla missione del suo istituto religioso, volle che fosse il Papa a indicarla. E Leone XIII fu chiaro: non all'Oriente ma all'Occidente, al servizio delle migliaia di emigrati italiani in America, come già le aveva suggerito il vescovo di Piacenza, San Giovanni Battista Scalabrini. Attraverso le voci di questi due pastori illuminati, Madre Cabrini interpretò i segni dei tempi e comprese che il sogno di andare in Cina, emulando San Francesco Saverio, si doveva realizzare là dove in quel momento maggiore era il bisogno. Ma, care sorelle, cari fratelli, se guardiamo al mondo di oggi, che cosa dobbiamo dire? Quel segno, cioè il fenomeno migratorio, è entrato in una fase diversa, sicuramente più complessa, eppure non meno capace di interpellare la Chiesa. Domandiamoci, se Madre Francesca vivesse oggi, che cosa le direbbe la sua anima missionaria? O meglio, che cosa direbbe il cuore di Cristo al suo cuore di donna consacrata a Lui e al servizio del suo regno? E che cosa le avrebbe chiesto un Papa come Francesco, il quale, figlio di emigrati italiani, ha fatto del servizio ai migranti uno dei punti chiave del suo pontificato. ഇന്നത്തെ സമൂഹത്തിൽ സുവിശേഷ പ്രഘോഷണം നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് മാർപ്പാപ്പ തന്റെ പ്രഭാഷണം ആരംഭിച്ചത്. പ്രതിസന്ധികൾ കണ്ട് ഭയപ്പെടുകയോ നിരാശയിലാണ്ട് നിഷേധാത്മക നിലപാടുകളിലേക്ക് വഴുതി വീഴുകയോ ചെയ്യരുതെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. പകരം യേശുവിനെ പോലെ യാഥാർത്ഥ്യങ്ങളെ ആഴത്തിൽ ദർശിക്കാൻ സഹായിക്കുന്ന ആത്മീയ ദൃഷ്ടി നാം ഏവരും വളർത്തിയെടുക്കണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്തു. അന്ധകാരത്തിനിടയിലും പരിശുദ്ധാത്മാവ് പരത്തുന്ന പ്രകാശം തിരിച്ചറിയാൻ വിശ്വാസികൾക്ക് കഴിയണം. വെള്ളത്തെ വീഞ്ഞാക്കാനും കളകൾക്കിടയിൽ വളരുന്ന ഗോതമ്പിനെ കണ്ടെത്താനുമുള്ള വിശ്വാസത്തിന്റെ കരുത്താണ് ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമെന്ന് പാപ്പ പറഞ്ഞു. നമ്മുടെ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം ക്രിസ്തുവല്ലെങ്കിൽ അനുബന്ധ കാര്യങ്ങളിൽ വ്യാപൃതരായി നാം അമിതമായി അധ്വാനിക്കുമെങ്കിലും ആത്മീയമായി തളർന്നു പോകുമെന്ന മുന്നറിയിപ്പ് മാർപ്പാപ്പ നൽകി. പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുമ്പോൾ തന്നെ കാലത്തിനനുസരിച്ച് നവീകരിക്കപ്പെടാൻ സഭ തയ്യാറാകണം.
സുവിശേഷത്തിന്റെ കാതലായ വശങ്ങളിലേക്ക് മടങ്ങണമെന്നും സഭയിലെല്ലാവരും സഹോദരങ്ങളാണെന്ന ബോധ്യത്തോടെ ദൈവജനത്തിനായി സന്തോഷത്തോടെ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും പാപ്പ അടിവരയിട്ട് പറഞ്ഞു. പാവിയയിലെ സർവകലാശാല രാജപാലന പ്രവർത്തനങ്ങളെയും സംസ്കാരങ്ങൾ തമ്മിലുള്ള സംവാദങ്ങളെയും മാർപ്പാപ്പ അഭിനന്ദിച്ചു. ശാസ്ത്രീയവും ഭൗതികവുമായ അന്വേഷണങ്ങൾ സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള മനുഷ്യന്റെ ദാഹത്തെ ശമിപ്പിക്കാൻ സഹായിക്കുന്നതാകണം. തദ്ദേശീയമായ കൂട്ടായ്മകൾ, വീടുകളിൽ ഒത്തുചേരുന്ന ചെറിയ വചന കൂട്ടായ്മകൾ എന്നിവ വഴി സഭ കൂടുതൽ ജനകീയമാകണം. ദരിദ്രരോടുള്ള കരുണയും യുവജനങ്ങളോടുള്ള സാമീപ്യവുമായിരിക്കണം സഭയുടെ മുഖമുദ്രയെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് തന്റെ സന്ദേശം ഉപസംഹരിച്ചത്. നമ്മൾ മനുഷ്യരാണ്, റോബോട്ടുകളല്ല. മൊബൈൽ ഫോൺ അടിമത്തത്തിനെതിരെ ശക്തമായ ആഹ്വാനവുമായി ലിയോ 14 പാപ്പ. ആധുനിക കാലത്തെ ഡിജിറ്റൽ ലോകം മനുഷ്യബന്ധങ്ങൾക്ക് ഏൽപ്പിക്കുന്ന ആഘാതങ്ങൾക്കെതിരെയും മൊബൈൽ ഫോൺ അടിമത്തത്തിനെതിരെയും കുട്ടികൾക്ക് ശക്തമായ മുന്നറിയിപ്പുമായി ലിയോ 14 പാപ്പ. വത്തിക്കാനിൽ കുട്ടികൾക്കായി വർഷം തോറും സംഘടിപ്പിച്ചു വരുന്ന വേനൽക്കാല ക്യാമ്പ് സന്ദർശിച്ച് കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക വിദ്യയുടെ ലോകത്ത് ജീവിക്കുമ്പോഴും മനുഷ്യത്വവും ഹൃദയബന്ധങ്ങളും കൈവിട്ടു പോകരുതെന്ന് പാപ്പ കുട്ടികളെ ഓർമ്മിപ്പിച്ചു. ഡിജിറ്റൽ ലോകത്തെ അമിതമായ കടന്നുകയറ്റത്തിൽ നിന്നും മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ നിന്നും എങ്ങനെ മുക്തി നേടാമെന്ന് ഫെഡറിക്കോ എന്ന ബാലന്റെ ചോദ്യത്തിന് വളരെ ഹൃദ്യമായ ഭാഷയിലാണ് പാപ്പ മറുപടി നൽകിയത്. നമ്മൾ മനുഷ്യരാണ്, അല്ലാതെ ടെക്നോ റോബോട്ടുകളല്ല. സാങ്കേതിക വിദ്യ നല്ലതാണ്, എന്നാൽ അത് നമ്മെ അടിമകളാക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. ഭക്ഷണ സമയത്തും കുടുംബങ്ങൾ ഒത്തുചേരുമ്പോഴും മൊബൈൽ ഫോണുകൾ പൂർണ്ണമായി മാറ്റിവെക്കണം. പരസ്പരം മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാൻ ശീലിക്കണം. ദൈവം നമ്മുടെ മൊബൈൽ സ്ക്രീനുകളിലേക്കല്ല, മറിച്ച് നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത്. 80 വർഷത്തിനുള്ളിൽ ലോകം ചുറ്റാമെന്ന ഈ വർഷത്തെ ക്യാമ്പ് പ്രമേയത്തെക്കുറിച്ച് മിഷേൽ എന്ന പെൺകുട്ടി ചോദിച്ചപ്പോൾ തന്റെ യാത്രാനുഭവങ്ങളിൽ നിന്നുള്ള രസകരമായ ഒരു പാഠം പാപ്പ പങ്കുവച്ചു. പലപ്പോഴും യാത്രകളിൽ GPS തനിക്ക് തെറ്റായ വഴി കാണിച്ചു തന്നിട്ടുണ്ടെന്നും പലയിടത്തും കുടുങ്ങിപ്പോകാൻ അത് കാരണമായിട്ടുണ്ടെന്നും പാപ്പ വെളിപ്പെടുത്തി. ഇതോടെ ഈ ആഴ്ചയിലെ വത്തിക്കാൻ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.